കർത്താവ് പരിപൂർണമായിട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെട്ടു, ശക്തമായിട്ട് വെളിപ്പെട്ടു. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോ ഇറങ്ങി നടക്കുന്നുണ്ട് ഈ കൂട്ടായ്മയിലൂടെ. ഒരമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന ഒരു കുഞ്ഞിന്റെ തലച്ചോറിന്റെ ഒരു വളർച്ച സംബന്ധമായ രോഗത്തെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തിക്കൊള്ളപ്പെടും. ശക്തമായിട്ട് അഭിഷേകം ഒഴുകുന്നു. എനിക്ക് ആരുമില്ല 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 എന്ന് പറഞ്ഞൊരു മകള്, കല്യാണ പ്രായമെല്ലാം കഴിഞ്ഞു, കല്യാണം നടക്കാതെ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് കഴിയുന്ന ഒരു മകളെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവ് അവളെ ശക്തിപ്പെടുന്നതായിട്ട് വെളിപ്പെടും, സഹായിക്കുന്നതിന് വെളിപ്പെട്ടുകൊണ്ട് ഈശോയെ സ്തുതിക്കുക സ്തുതിക്കുക സ്തുതിക്കുക. ഒരു കുഞ്ഞിന് ഓട്ടിസം ഉള്ള കുട്ടിയാണ്. ആ കുഞ്ഞിന് ചെവിക്കൊരു പ്രത്യേകതരം രോഗമുണ്ട്, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിങ്ങനെ അമ്മയുടെ കയ്യിലിരിക്കുന്നതാണ് കാണിച്ചിരുന്നത്. ആ കുഞ്ഞിനെ ഈശോ ഇങ്ങോട്ട് കയ്യിലോട്ട് എടുക്കുന്നതായിട്ട് ആത്മാവ് ശക്തമായിട്ട് വെളിപ്പെടും, ശക്തമായിട്ട് വെളിപ്പെടും. ഈശോയെ സുഖപ്പെടുത്തും. വിദേശ രാജ്യത്ത് ഇപ്പോൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയർ ഗ്രൂപ്പിനെ കർത്താവ് കാണിക്കുന്നു. അവരെടുത്ത് ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് ആ ഗ്രൂപ്പിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപ്പെട്ടിരുന്നു. ദേവസി എന്ന് പറയുന്ന ഒരു ആളെ കർത്താവ് പറഞ്ഞു തരുന്നു. ആ വ്യക്തിയുടെ കുടുംബത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് ആ വ്യക്തിയോട് ദൈവം അതിരറ്റ കരുണയും കൃപയും ഒഴുകിക്കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്, വെളിപ്പെട്ടു കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോ ഇങ്ങനെ കാണിച്ചിരുന്നു. ഈ ആലയത്തിന്റെ ഈ ഫ്രണ്ട്, ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഒരു സഹോദരൻ, അവർക്ക് മക്കളില്ല, വർഷങ്ങളായിട്ട് ഇങ്ങനെ ദുഃഖത്തോടെ ഒരു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് ഈശോ വിളിക്കും. അവരെ ആ കുടുംബത്തേക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ നൽകിക്കൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ശക്തമായിട്ട് കാണിച്ചു. ദൈവത്തിന് സ്റ്റീഫൻ എന്നൊരു പേര് കർത്താവ് പ്രത്യേകം എടുത്ത് കാണിച്ചിരുന്നു. ആ മകന്റെ മുഴുവൻ പ്രശ്നവും കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് ആ മകനെ അനുഗ്രഹിച്ചുകൊണ്ട് അനൂപ് എന്നൊരു പേര് കർത്താവ് വെളിപ്പെടുന്ന കർത്താവ് തൊട്ട് പ്രത്യേകം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക വെളിപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടും ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈ സമയത്ത് നിരവധി മക്കളിൽ നിന്ന് തിന്മയുടെ അരൂപികൾ ഭയത്തോടെ ഇറങ്ങി ഓടുന്നതായിട്ട് കാണിച്ചേർന്ന് കൈകളോട് ചേർന്ന് സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. കരമുയർത്തി ഹല്ലേലൂയ. കൈയടിച്ച് കേട്ടോ അന്നേ പറഞ്ഞേ പോരാ. നല്ല അഭിഷേകം, നല്ല അഭിഷേകം, നല്ല അഭിഷേകം. യേശുവേ നന്ദി. ആമേ. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. കർത്താവ് ഇറങ്ങി നിൽപ്പുണ്ട്. കർത്താവിന്റെ കരുണയുണ്ട്. നിങ്ങൾ നല്ല മക്കള്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധരാകാനുള്ള ആഗ്രഹമുള്ള ഒത്തിരി മക്കൾ ഈ കൂട്ടായ്മയിലുണ്ട്. പ്രിസലോഷ് ആഗ്രഹമുണ്ടോ? വിശുദ്ധരാകാൻ ആഗ്രഹമുള്ള വിശുദ്ധരാണ്. എനിക്ക് വിശുദ്ധിയിൽ വളരണം, എനിക്ക് വിശുദ്ധി മതി. വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കൾ രണ്ട് കാര്യം പറ്റും. വിശുദ്ധിക്ക് വേണ്ടി ദാഹിച്ച് ഒന്നാ എനിക്ക് വിശുദ്ധി വേണം, എനിക്ക് വിശുദ്ധി വേണം. വിശുദ്ധി വിശുദ്ധി ചോദിച്ചു വാങ്ങും, വിശുദ്ധി ചോദിച്ചു വാങ്ങും, വിശുദ്ധി ചോദിച്ചു വാങ്ങും. അശുദ്ധി വേണ്ടെന്ന് പറയും. എനിക്ക് അശുദ്ധി വേണ്ട, അശുദ്ധ ജീവിതവും വേണ്ടെന്ന് പറയും.
ഈശ്വര എനിക്ക് അശുദ്ധി വേണ്ട, എനിക്ക് വിശുദ്ധി മതി എന്ന് പറയും. എനിക്ക് ഈശോയെ മതി, എനിക്ക് ഈശോയെ മതി, എനിക്ക് ഈശോയെ മതി, ഈശോയെ മതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ പറഞ്ഞേ പോരാ പോരാ. നല്ല നോട്ട്, നല്ല നോട്ട്. ഈശോ ഇന്ന് ആമേൻ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. സാക്ഷ്യങ്ങൾ അച്ഛൻ വായിക്കുകയാണ് ഈ സമയത്ത്. പരിശുദ്ധ അമ്മാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം, ഒരുപാട് സാക്ഷ്യങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. കർത്താവ് നന്ദി പറയുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ചില ആളുകൾക്ക് കർത്താവ് ഒത്തിരി കൃപ കൊടുത്തുകൊണ്ടിരിക്കും. ദൈവം നന്ദി പറയുന്നു. സാക്ഷ്യം വായിക്കുകയാണ്. എൻ്റെ പേര് ഡെയ്സി. ഭർത്താവും 2 മക്കളുമൊത്ത് 6 വർഷമായി ഞങ്ങൾ ന്യൂയോർക്കിലാണ്, അമേരിക്കയിലാണ് താമസിക്കുന്നത്. ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച വലിയൊരു അത്ഭുതം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. വർഷങ്ങളായി എന്നെ അലട്ടിയിരുന്ന ബ്ലീഡിങ്ങിന്റെ രോഗം 2016 മെയ് മാസത്തോടെ വളരെ കൂടുതലാകുകയും തൽഫലമായി എൻ്റെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് 7 കുറയുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് 2 കുപ്പി രക്തം ട്രാൻസ്ഫ്യൂഷൻ നടത്തുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ എൻ്റെ യൂട്രസിൽ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസിയ എന്ന രോഗാവസ്ഥയാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. യൂട്രസിന്റെ അകത്തെ ലെയർ വളരെ കനം കൂടുതലായിരിക്കുന്നുവെന്നും അത് ക്യാൻസറിന് കാരണമാകുന്നുവെന്നും അതിനാൽ ഉടൻ തന്നെ ഓപ്പറേഷൻ നടത്തണമെന്നും ഡോക്ടർ പറഞ്ഞു. ഇതറിഞ്ഞ് ഞാൻ വളരെ വിഷമത്തിലായി. എങ്കിലും ഓപ്പറേഷൻ നടത്താതെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ശക്തമായൊരു പ്രചോദനം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു. അമേരിക്കയിലുള്ള മരിയൻ ടെലിവിഷനിലൂടെ അച്ഛൻ നടത്തുന്ന ശുശ്രൂഷ എല്ലാ ദിവസവും 1/2 മണിക്കൂർ സമയം ഞങ്ങൾ കുടുംബം ഒന്നിച്ച് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത മാസം, അതായത് 2016 ജൂൺ 11, 12 തീയതികളിൽ ന്യൂജേഴ്സിയിൽ വെച്ച് അച്ഛൻ കൃപാഭിഷേക കൺവെൻഷന് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തു വന്നാലും ആ കൺവെൻഷൻ സംബന്ധിച്ചതിന് ശേഷമേ ഓപ്പറേഷൻ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ എന്ന് വീട്ടിൽ പറഞ്ഞു. കാരണം ദൈവത്തിന് എന്നെ പറ്റിയുള്ള ഒരു പദ്ധതിയുണ്ട്. അതെന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ദൈവകൃപയാൽ ആ കൺവെൻഷനിൽ എനിക്ക് സംബന്ധിക്കുവാൻ സാധിച്ചു. ശുശ്രൂഷാ സമയങ്ങളിൽ ജീവിക്കുന്ന കർത്താവിന് എന്നെ പൂർണ്ണമായി ഭരമേൽപ്പിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തോടും ശരണത്തോടും തീഷ്ണതയോടെ ഞാൻ പ്രാർത്ഥിച്ചു. ശുശ്രൂഷയുടെ സമാപന സമയത്ത് അച്ഛൻ എല്ലാവരുടെയും ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഒരു പേപ്പറിൽ എഴുതി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അത് വായിച്ചിട്ട് എൻ്റെ തലയിൽ കൈവച്ച് ശക്തമായി ബന്ധിച്ച് പ്രാർത്ഥിച്ചു. സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് അച്ഛൻ എൻ്റെ നേരെ നോക്കി പറഞ്ഞു. കരുണാമയനായ ദൈവം എന്നെ തൊട്ടു സുഖപ്പെടുത്തിയ അത്ഭുത സമയം ആയിരുന്നു അത്. കൺവെൻഷന് ശേഷം ചെക്കപ്പിനായി ഹോസ്പിറ്റലിലെത്തിയ ഞാൻ കൺവെൻഷൻ വെച്ച് ഈശോ എന്നെ സുഖപ്പെടുത്തി, അതിനാൽ ഇനി എനിക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന് എൻ്റെ ഡോക്ടറോട് പറഞ്ഞു. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ സ്കാനിങ്ങിൽ കർത്താവിന്റെ ശക്തമായ കരം എന്നിൽ പ്രവർത്തിച്ചതായി ഞാൻ കണ്ടെത്തി. എൻ്റെ യൂട്രസിൽ ക്യാൻസറിന് കാരണമാകത്തക്ക വിധം 22 മില്ലിമീറ്റർ കനമുണ്ടായിരുന്ന ലെയർ അത്ഭുതകരമായി സുഖപ്പെട്ട് 2 മില്ലിമീറ്ററായി കുറഞ്ഞ് ഇപ്പോൾ നോർമൽ ആയിരിക്കുന്നതായിട്ടും അതിനാൽ ഓപ്പറേഷൻ വേണ്ട എന്നും ഡോക്ടർ പറഞ്ഞു. എന്നെ സൗഖ്യപ്പെടുത്തിയ കർത്താവിന് കൊടാനുകൂടി നന്ദി പറയുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. കൈകളടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരാ പോരാ, ഉച്ചത്തില് പോരാ, നല്ല അഭിഷേകം. ഒറ്റ വിളിച്ചോന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. യേശു ആരാധന, ആരാധന. ശ്രീമൂർത്തി പറഞ്ഞ യേശുവേ നന്ദി. ഹല്ലേലൂയ. ശക്തമായിട്ട് പറഞ്ഞ ഹല്ലേലൂയ. അടുത്ത വലിയൊരു സാക്ഷ്യം ആനി വർഗീസ്, കല്യാൺ, ബോംബെ. എന്റെ പേര് ആനി. ഞങ്ങൾ കുടുംബമായി ബോംബെയിലെ കല്യാൺ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഈശോ ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങളുടെ മകനും ഭാര്യയും US-ലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായി അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. പല ചികിത്സകളും മാറി മാറി ചെയ്തിട്ടും യാതൊരു ഫലവും കിട്ടിയില്ല. ഇതുപോലെ ഞങ്ങൾ വളരെയേറെ മാനസിക ദുഃഖം അനുഭവിച്ചു. ഒരു കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസം അവർ ലീവിന് വന്നപ്പോൾ ഒരാഴ്ച കേരളത്തിലുണ്ടായിരുന്നു. അന്ന് ദൈവത്തിന്റെ വലിയ കൃപയാൽ അവർക്ക് മരിയൻ ധ്യാന കേന്ദ്രത്തിൽ വരാനും ഫെബ്രുവരി ആദ്യ ശനിയാഴ്ചയിലെ കൃപാഭിഷേകം കൺവെൻഷനിൽ സംബന്ധിക്കുവാനും സാധിച്ചു. ശുശ്രൂഷയിൽ പങ്കെടുക്കവേ ദിവ്യകാരുണ്യ ആരാധനയിലും പരിശുദ്ധ കുർബാനയിലും ഞങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് മനസ്സിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. അന്നത്തെ ശുശ്രൂഷ ശക്തമായ അഭിഷേകം നിറഞ്ഞൊരു ശുശ്രൂഷ തന്നെ ആയിരുന്നു. വിടുതൽ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ ഞങ്ങളുടെ ശിരസിൽ കൈവച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. സർവശക്തനായ ദൈവം സർവ്വത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ,
ഹല്ലേലൂയ. തുടർന്ന് വിടുതൽ പ്രാർത്ഥന സമയത്ത് അച്ഛൻ അവരുടെ ശിരസിൽ കൈവച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. സർവശക്തനായ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് വലിയ കരുണ വർഷിക്കുകയും ദൈവാനുഗ്രഹത്തിന് തടസ്സമായി നിന്നിരുന്ന ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുകയും ചെയ്ത സമയമായിരുന്നു. തുടർന്ന് അവർ US തിരിച്ചുപോയി. ആ ദിവസങ്ങളിൽ തന്നെ അവൾ ഗർഭിണിയായി. പ്രൈസ് ദി ലോർഡ്. 7 വർഷമായി മക്കളില്ലാതെ ദുഃഖിച്ചിരുന്ന എന്റെ മകൾ ആ ദിവസങ്ങളിൽ തന്നെ ഗർഭിണിയാകുകയും കഴിഞ്ഞ നവംബർ മാസം മിടുക്കിയായ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ദൈവത്തിന്റെ സമ്മാനമാണ് മക്കൾ എന്ന സത്യം സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന് കൊടാനുകോടി നന്ദി പറയുന്നു എന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുന്നു. കൈകളടിച്ച് നമുക്ക് ദൈവം നന്ദി പറയാം. ഉച്ചത്തില് പോരാ, ഉച്ചത്തിൽ യേശുവേ, കരങ്ങളുയർത്തി ഈശോയെ എന്ന് വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. യേശുവെ സ്തുതിക്കും, സ്തുതിക്കും. ആമേൻ. എന്റെ പേര് ജോമി ജോർജ്. അടുത്ത സാക്ഷിയാണ്. എന്റെ പേര് ജോമി. ഞാനും ഭാര്യയും കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. ഈശോയുടെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. എന്റെ ഭാര്യ 6 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് നടത്തിയ സ്കാനിങ്ങിൽ ഉദരത്തിലുള്ള കുഞ്ഞിന്റെ കിഡ്നിയിൽ നീർക്കെട്ട് ബാധിക്കുന്ന ഹൈഡ്രോനെഫ്രോസിസ് എന്ന രോഗമാണെന്ന് കണ്ടെത്തി. വീണ്ടും പരിശോധന നടത്തണമെന്നും തുടർന്ന് ഓപ്പറേഷൻ നടത്തണമെന്നും ഡോക്ടർ പറഞ്ഞു. ഇതറിഞ്ഞ് ഞങ്ങൾ വളരെയേറെ കരഞ്ഞുപോയി. കുഞ്ഞ് ജനിച്ചതിന് ശേഷം 3-ാം മാസത്തിലും തുടർന്ന് 6 മാസം ഇടവിട്ട് പലപ്പോഴുമായി നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം 3-ാം മാസത്തിലും തുടർന്ന് 6 മാസം ഇടപെടാതെ പലപ്പോഴുമായി നടത്തിയ സ്കാനിങ് കുഞ്ഞിന്റെ രോഗത്തിന് ഒരു കുറവുമില്ലെന്ന് കണ്ടെത്തി. ഇക്കാരണത്തിൽ എന്റെ ഭാര്യ കുഞ്ഞുങ്ങളെയും കൂട്ടി കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നു. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഞാൻ കുവൈറ്റിൽ നിന്ന് ലീവ് എടുത്ത് നാട്ടിലെത്തുകയും അണക്കര മരിയൻ ധ്യാനികത്തെത്തി കൃപാനുഭവ ധ്യാനത്തിൽ സംബന്ധിക്കുകയും ചെയ്തു. ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കവേ ഹൃദയം ഒരുകുന്ന വേദനയോടെ എന്റെ കുഞ്ഞിന്റെ കാര്യം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ധ്യാനത്തിന്റെ 3-ാമത്തെ ദിവസം വിടുതൽ ആരാധനയുടെ സമയത്ത് ശക്തമായ ബന്ധന പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛൻ ദൈവിക സന്ദേശങ്ങൾ വെളിപ്പെടുന്ന സമയത്ത് 2 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് ദൈവം അത്ഭുത രോഗശാന്തി നൽകുന്നു എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അതെന്റെ കുഞ്ഞിനെ കുറിച്ചാണെന്ന് ഉറച്ചു ദിവസം ഞാൻ ഈ ആലയത്തിൽ വെച്ച് ദൈവത്തെ സ്തുതിച്ചു. ആ സന്ദേശം ഞങ്ങൾക്കുള്ളത് തന്നെയായിരുന്നു. വീട്ടിലായിരുന്നു എന്റെ കുഞ്ഞിനെ ആ സമയത്ത് അത്ഭുതകരമായി ഈശോ തൊട്ട് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ധ്യാനത്തിന് ശേഷം ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിന്റെ കിഡ്നി സ്കാൻ ചെയ്തപ്പോൾ അതുവരെയുള്ള സ്കാനുകളിൽ ഉണ്ടായിരുന്ന രോഗം ഇപ്പോൾ അത്ഭുതകരമായി സുഖപ്പെട്ടിരിക്കുന്നുവെന്നും കുഞ്ഞ് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്നും ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങളുടെ കണ്ണിലേക്ക് കർത്താവ് കൃപ വർഷിച്ചതിന് ഞങ്ങൾ കൊടാനുകൂടി നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഈശോപടി ഉണ്ട്, ഈശോപടി ഉണ്ട് മക്കളെ. കരങ്ങൾ സ്തുതിക്കട്ടെ. സ്തുതിച്ച് 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 പോരാ പോരാ പോരാ. ഉച്ചത്തില് നല്ല വിട്ടുതൽ, നല്ല അഭിഷേകം. കട്ടാടി കട്ടാടി കട്ടാട്ട് ഒറ്റ വിളിശോയേ വിളിക്കട്ടെ, ഒറ്റ വിളിശോയേ വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. ആമേൻ, ആമേൻ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരുപാട് ഹീലിംഗ്സ് കർത്താവ് ചെയ്യുന്നുണ്ട്. ഈ ആലയത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ ഒഴുകി. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ രാജപുരം ബൈബിൾ കൺവെൻഷൻ നടത്തിയപ്പോൾ ഒരുപാട് മക്കളെ കർത്താവ് സുഖപ്പെടുത്തി. ആ കൂട്ടത്തിൽ 3 പേർ ശരിക്കും തളർന്ന് കിടക്കുകയായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരാൾക്ക് തീർത്തും നടക്കാൻ വയ്യാത്ത വ്യക്തിയായിരുന്നു. ബാക്കി 2 പേർക്കുള്ള തീർത്തും വയ്യാത്ത തളർന്ന് ഇങ്ങനെ കിടക്കപ്പായൽ കിടക്കുകയായിരുന്നു. അവിടെ പറഞ്ഞ ഹല്ലേലൂയ. തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്ത് 3 പേരെയും കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ട് കർത്താവ് പരിപൂർണ്ണ സൗഖ്യം കൊടുത്തുകൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കുക. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കെട്ടടിച്ചുവിടുന്ന ബന്ധനങ്ങൾ അടിച്ചുവിടുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാവും. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ഹല്ലേലൂയ. 2 കരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം തന്നിട്ടുണ്ട്. വലിയൊരു സന്ദേശമാണ്. അതായത് വലിയൊരു കാര്യം ബോധ്യപ്പെടുത്തും. നിങ്ങൾ സാക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കണം. ശ്രമത്തിൽ പറയാം ഹല്ലേലൂയ. എഴുതി കൊടുത്ത് ദൈവം നന്ദി പറയാം. അത് ഞങ്ങൾ പറയണോ വേണ്ടിയോ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തീരുമാനിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ സാക്ഷ്യങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദൈവ അനുഭവങ്ങൾ അത് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത്ഭുത രോഗശാന്തിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ശ്രമത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കൈയടിച്ച് നന്ദി പറഞ്ഞേ പോരാ 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 പോരാ. ഉച്ചത്തില് ആമേൻ. പ്രൈസ് ആമേൻ. അതായത് ചിലർക്കൊക്കെ രോഗശാന്തി ഉണ്ടായിട്ട് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചിലർക്ക് രോഗശാന്തി ഉണ്ടായിട്ട് പിന്നീട് അവർക്ക് ആ രോഗം വരുന്നതായിട്ട് കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. പ്രൈസലോ. അപ്പൊ അതിനെക്കുറിച്ചാണ് ഈശോയോട് ഈശോ എന്താ ഇതിന്റെ കാരണം? സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നീ കൊടുത്ത സൗഖ്യമാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് ഒരു വർഷം കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഈ രോഗം വീണ്ടും വരുന്നു? അപ്പൊ ഈശോ തന്നൊരു പെട്ടെന്ന് എനിക്കിങ്ങനെ പ്രാർത്ഥിച്ചൊരു ഒരു സന്ദേശമുണ്ട്, സന്തോഷം. സർവ്വത്തിൽ ഹല്ലേലൂയ. ഈശോ എനിക്ക് കാണിച്ചത്, ഈശോ പറഞ്ഞു ഞാൻ ഇപ്പൊ എന്നോട് കാര്യം പറയാം. ബൈബിളിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഈ കടലില് തോണിയില് ശിഷ്യന്മാര് യാത്ര ചെയ്യുമ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി. ഒരാകെ യേശുവേ രക്ഷിക്കണേന്ന് അവര്
വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ആ സമയത്ത് ഈശോ അവിടെ ഇല്ല, ഇവര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരിങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം എതിർദിശയിൽ കടലിന്റെ മീതെ ആര് നടന്നു വരുന്നു? ഈശോ നടന്നു വരും. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ. ഈശോ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇവർ ആകെ പേടിച്ചു, അവർ ഭൂതം നടന്നു വിളിച്ചു. പക്ഷെ അവർ കൊണ്ട് ഈശോ എന്നാണ് മനസ്സിലായി. അപ്പോൾ ദൂരെ ഈശോയെ കണ്ടപാടെ പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ നിന്റെ അടുക്കിലേക്ക് നടന്നു വരാൻ നീ എന്നോട് ആജ്ഞാപിക്കണം. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ. ഈശോ പറഞ്ഞു വരിക. ഉടനെ പത്രോസ് എന്ത് ചെയ്തു? പറഞ്ഞ് പത്രോസ് എന്ത് ചെയ്തു? വള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കടലിലോട്ട് ഇറങ്ങി. അപ്പോൾ അവൻ ചവിട്ടുമ്പോൾ കടൽ താന്നു പോകുന്നുണ്ടോ? ഇല്ല. അവൻ കടലിന് മീതെ ഈശോയുടെ അടുത്തേക്ക് നടക്കി. ഹല്ലേലൂയ. അപ്പൊ അവൻ ആരെ മാത്രം നോക്കുന്നു പറഞ്ഞ്? ഈശോയും. യേശുവിലുള്ള വിശ്വാസം ഇങ്ങനെ നിൽക്കുക, യേശുവിലുള്ള വിശ്വാസം ഉറച്ച് നല്ല ഫെയ്ത്ത് നിൽക്കുക. അതുകൊണ്ടാണ് നല്ല ഫെയ്ത്ത് ഉള്ളവർക്ക് മാത്രമേ യേശുവിൽ ഉറച്ച് ഈശോ ദൈവമാണെന്നും ഈശോയുടെ വചനം ജീവനാണെന്നും ശക്തമാണെന്നും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അങ്ങ് നടക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു നിമിഷം പത്രോസ് എന്ത് ചെയ്തു? അവനെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കി. സർവ്വത്തിൽ ഹല്ലേലൂയ. ഇളകി മറിയുന്ന കടൽ തിരകൾ കണ്ടപ്പോൾ പെട്ടെന്ന് അവൻ പേടിച്ചു. എന്ത് കണ്ടുപിടിച്ചു? ചുറ്റുമുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ പേടിച്ചിട്ട് അവന്റെ കണ്ണ് അവൻ എവിടുന്ന് മാറ്റി? പറഞ്ഞ് ആരുടെ മുഖത്ത് മാറ്റി? പറഞ്ഞ് യേശുവിന്റെ വചനത്തിലുള്ള വിശ്വാസം അവന്റെ നഷ്ടപ്പെട്ടു. സർവ്വത്തിൽ ഹല്ലേലൂയ. വരാൻ പറഞ്ഞപ്പോൾ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയപ്പോൾ അവന്റെ എന്ത് കുറഞ്ഞു? പറഞ്ഞ് വിശ്വാസം കുറഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? പറഞ്ഞേ താഴാൻ പോയി. സർവ്വത്തിൽ ഹല്ലേലൂയ. സർവ്വത്തിൽ ഹല്ലേലൂയ. അതുകൊണ്ട് ഹീലിങ്സ് നമ്മളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എവിടെ നിൽക്കണം? പറഞ്ഞേ ആരോട് ചേർന്ന് നിൽക്കണം? പറഞ്ഞേ ഇത് അത്ഭുതം, മരണം വരെ അത്ഭുതം നടക്കുന്ന. സർവ്വത്തിൽ ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് കണ്ണു മാറരുത്, കർത്താവിലുള്ള വിശ്വാസത്തിൽ മാറരുത്. എങ്കില് ആ ഒരു വിശ്വാസം ഉള്ളിടത്തോളം കാലം ആ സൗഖ്യം നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ആ വിടുതൽ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ എന്ന് നിന്റെ വിശ്വാസം കുറഞ്ഞിട്ട് ലോകത്തിലോട് വിശ്വാസം തിരിയുന്നുവോ അപ്പോൾ മുതൽ താഴോട്ടും വരും. പറഞ്ഞു മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ സൗഖ്യത്തിൽ നിലനിൽക്കുന്നത് എന്ത് ചെയ്യണം? സൗഖ്യത്തിൽ, വിടുതലിൽ, അഭിഷേകത്തിൽ, കൃപയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വചനത്തിൽ ഞാൻ സംശയം കൂടാതെ ഉറക്കെ പറയേ. അഭിഷേകം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? സംശയം കൂടാതെ വിശ്വസിക്കണം. സർവ്വത്തിൽ ഹല്ലേലൂയ. സംശയമുണ്ടായാൽ വീണ്ടും തകർന്നു പോകും. സർവ്വത്തിൽ ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും. സർവ്വത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കണ്ടുകൊണ്ട് ചില വ്യക്തികൾക്ക് ഈ ട്യൂമറൊക്കെ ഉണ്ടായിട്ട്, ക്യാൻസർ ട്യൂമർ അവിടെയുണ്ട്. ഡോക്ടർ, എനിക്കറിയാവുന്ന ഒരു അമ്മയുണ്ട്. ഈ അമ്മയെ ശരിക്കും ഒരു 5 വർഷം മുമ്പ് വളരെ സീരിയസ് ആയ രോഗം വന്ന്, എനിക്കറിയാവുന്ന എന്റെ ഞങ്ങളുടെ കൂടെയുള്ള ഒരാളുടെ ഒരു ബന്ധു, ഒരു ആളുടെ അമ്മയാണ്. അപ്പൊ ഈ ആൾ ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ എനിക്കറിയാവുന്ന ഡോക്ടർമാര് പറഞ്ഞു, അച്ഛാ മരുന്ന് ചികിത്സ നടത്തിയിട്ട് കാര്യമില്ല, 15 ദിവസത്തിനുള്ള ആള് മരിക്കും. അത്ര സീരിയസ് ആയ രോഗമാണ്, ലിവറിനുള്ള രോഗമാണ്, സീരിയസ് ആയ രോഗമാണ്. ആള് മരിച്ചു, ഉറപ്പുറപ്പ്. അവർ ചികിത്സ നടത്തിയിട്ട് കാര്യമില്ല അച്ഛാ, വെറുതെ പണം. അവർ പാവപ്പെട്ട കുടുംബം, അവർ മരുന്ന് നിർത്തിയിട്ട് വീട്ടിൽ കൊണ്ടേ കിടത്തിക്കണം. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാല്, ഇവരിന് അച്ഛനൊന്ന് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രൈസ്. അങ്ങനെ അപ്പൊ ഈ അമ്മ പറഞ്ഞു, അച്ഛനൊന്ന് വന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ സുഖം പ്രാപിക്കും. പ്രൈസ്. ഡോക്ടർ പറഞ്ഞു 15-ാം ദിവസം മരിക്കും. സർവ്വത്തിൽ ഹല്ലേലൂയ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഈ കൊല്ലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന അമ്മയാണ്. പ്രൈസ്. ഞാൻ അവിടെ ചെന്നിട്ട് അമ്മയോട് കയറിച്ചപ്പോൾ അമ്മ ഇങ്ങനെ കിടപ്പുണ്ട്, തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അമ്മ ഇങ്ങനെ കിടപ്പ് അപ്പൊ അടച്ചു കഴിയുമ്പോഴത്തേക്ക് അമ്മച്ചങ്ങ് എഴുന്നേറ്റു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ വെച്ചാൽ നല്ല സുഖം തോന്നുന്നു. ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട അമ്മച്ച് പേടിക്കേണ്ട. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട മക്കൾ, ഈ സംഭവം കണ്ടിപ്പോൾ എനിക്ക് തോന്നുന്നത് 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ്. ഇപ്പോൾ അമ്മ ഓടി നടപ്പുണ്ട്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പൊ അമ്മ യാതൊരു കുഴപ്പമില്ല. ആ രോഗം അത് ഇപ്പോഴും ഡോക്ടർ നോക്കുമ്പോ രോഗമുണ്ട്, പക്ഷെ ആള് മരിക്കുന്നുമില്ല. ഇപ്പോഴും രോഗമുണ്ട്, പക്ഷെ ആള്, കാരണം ആൾ ആരെ നോക്കി നടക്കുന്നു? പറഞ്ഞേ. അപ്പോൾ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സംശയമില്ലാതെ വിശ്വസിക്കണം. ശ്രമത്തിൽ പറയാം ഹല്ലേലൂയ. വിശ്വാസം. ഇപ്പോഴും രോഗമുണ്ട്, പക്ഷെ അമ്മ മരിക്കില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മക്കളോട് ചോദിക്കും, എങ്ങനെയുണ്ട്? പക്ഷെ ഒരു കുഴപ്പമില്ല അച്ഛാ. വീട്ടിലെല്ലാം ഒരുക്കി വെച്ച ഇടവക അച്ഛനൊക്കെ വീട്ടൊക്കെ ശരിയാക്കുക, റോഡ് ശരിയാക്കുക, അമ്മയുടെ ശവം കൊണ്ടുവരാനുള്ള എല്ലാ ക്രമീകരണവും നടത്തിയതാ. എനിക്കറിയാം, കന്റെ കൂടെ ആൾക്കാരെ.
പക്ഷെ ഇപ്പോഴും ആള് ജീവനോടിക്കുന്നു. എനിക്ക് തോന്നുന്നു അമ്മച്ചി ഒരു 10 വർഷം കൂടെ പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് അമ്മ ആരെ നല്ല വിശ്വാസം പറഞ്ഞേ, ഈശോ നല്ല വിശ്വാസം, ഹല്ലേലൂയ, വചനത്തിൽ നല്ല ഫെയ്ത്ത്, ഉറച്ച വിശ്വാസം. യേശു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും സ്തുതിക്കട്ടെ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കടലിൽ മുങ്ങിപ്പോകുന്ന ആരാ? യേശുവിൽ വിശ്വസിക്കുക. അവന്റെ വചനത്തെ സംശയിക്കുന്നവർ, ലോകത്തെ വിശ്വസിക്കുന്നവർ, ലോകത്തെ ഭയപ്പെടുന്നവർ, തിരമാലകളെ ഭയപ്പെടുന്നവർ, ചുറ്റുമുള്ളവരെ ഭയപ്പെടുന്നവർ, അവരൊക്കെയാണ് തകർന്നു പോകുന്നത്. തകരാതിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, തകരത്തില്ല, അവൻ താണു പോകുകയല്ല. വിശ്വസിക്കുന്നോ? നല്ല വിശ്വാസം ഉണ്ടോ? സർവ്വത്തിൽ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച മക്കൾ, നല്ല വിശ്വാസം, നല്ല വിടുതല. ഒറ്റ വിളി, ഈശോയെന്ന് വിളിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സർവ്വത്തിൽ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, ഈശോ നീ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ അത് ഉറച്ച് വിശ്വസിക്കണം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതിക്കുന്നു. ഈ സമയത്തും അഭിഷേകം കൊടുക്കുന്നുണ്ട്, കാണാം. അഭിഷേകം കൊടുക്കുന്നുണ്ട്, ഭയങ്കര ബന്ധനം അടിയുന്നുണ്ട്. പോരല്ലോ. യേശു ആരാധന. ആമേൻ. അടുത്ത വചനത്തിലേക്ക് അടുത്തൊരു അത്ഭുത സാക്ഷ്യം വായിക്കുക. എന്റെ പേര് ജോമി ജോർജ്. ഞാൻ വായിച്ച സർവ്വത്തിൽ ഹല്ലേലൂയ. അത് വായിച്ച സർവ്വത്തിൽ പറഞ്ഞു യേശുവേ നന്ദി. യേശുവേ സ്തുതിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞു യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. എനിക്കൊരു കുടുംബം, ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ വലിയ പ്രശ്നം, ഒരു രക്ഷയില്ല. അവർ തമ്മിൽ വേറെ പിരിയാനായിട്ട് ഡൈവോഴ്സിന് നോട്ടീസ് എല്ലാം കൊടുത്തു. ഇനി ഒരു വഴിയില്ല നിൽക്കുക. അങ്ങനെ തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോൾ രണ്ടുപേരെയും കൂടെ അവരുടെ ബന്ധുക്കളെല്ലാം അങ്ങനെ നിർബന്ധിച്ച് ഇവിടെ ധ്യാനത്തിന് വിട്ടു. പ്രൈസ് ദി ലോർഡ്. ധ്യാനത്തിന്റെ ദിവസങ്ങളിലെല്ലാം ഇവർ ധ്യാനം കൂടുന്നെങ്കിലും ഇവർക്ക് പറ്റില്ല, ഇനി ഒരുമിച്ച് ഇരിക്കാൻ പറ്റില്ല. കൗൺസിലിംഗ് കഴിയുമ്പോഴും പറയുന്നത് അവർക്ക് പരിശുദ്ധാത്മ സംസാരിച്ചിട്ട് പോലും അവർക്ക് കയറാൻ പറ്റുന്നത് ഒരു പൈശാചിക ബന്ധം, ശരിക്കും ഈവിൾ സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഒരു ഈവിൾ പൈശാചിക ബന്ധനം, ശരിക്കും ഈവിൾ സ്പിരിറ്റാണ്. ശരിക്കും അത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് പോകും. അപ്പോൾ അവസാനം ഈ ഭാര്യയും ഭർത്താവും കൂടെ എന്റെ അടുത്ത് വന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈശോ എന്നോട് പറഞ്ഞു, ഇവരോടൊന്നും സംസാരിക്കേണ്ട, ഇവിടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇവിടെ തലോട്ട്, ആദ്യം ഈ മകന്റെ തലോട്ട് യേശുനാമത്തിൽ ബന്ധിക്കുന്ന പറയും. ഈ മനുഷ്യൻ ബോധം കെട്ട് താഴെ വീണു. പ്രൈസ് ദി ലോർഡ്. അവിടെ കിടന്ന് അങ്ങ് കൈയും കാലിട്ട് അടിക്കാം. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതിനുശേഷം ഇവിടെ തന്നെ ഇവളും ബോധം കിട്ടു, കൈയും കലിട്ടും കട്ടിക്കുക. ബോധമൊന്നുമില്ല, പിന്നെ ഒന്നും എന്തൊക്കെയോ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാ. എനിക്കാണോ ശരിക്കും ഒരുപാട് സ്പിരിറ്റുകൾ അസ്വസ്ഥതയിൽ ആളെ വിട്ടുപോയിക്കൊണ്ടിരിക്കുക. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. തന്നെ ആനാമ്പളമൊക്കെ തളിച്ചപ്പോഴത്തേക്ക് ഒരു ഭയങ്കര. അപ്പൊ ഞാൻ പറഞ്ഞു ഈശോയെന്ന് വിളിച്ചോളാൻ പറഞ്ഞു. അപ്പൊ കിടന്നുകൊണ്ട് ഈശോയെന്ന് മനുഷ്യൻ വിളിച്ചു. മനുഷ്യക്ക് ശരിക്കും കാറി. പ്രയറെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്താ മോന്റെ തീരുമാനം എന്താ? അവൻ പെട്ടെന്ന് അവന്റെ ഭാര്യയുടെ കയ്യെ കയറി പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഇനി ഒരുമിച്ച് പോകുന്നുള്ളൂ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ കർത്താവ് അവരെ ഒരുമിച്ച് കൂട്ടി. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രശ്നവും നടന്നില്ല, ഒരു ബന്ധനവും കഴിഞ്ഞു, സൗഖ്യപ്പെട്ടു, അവർ വീട്ടിൽ പോയി. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇതൊക്കെ കർത്താവ് പ്രവർത്തിക്കുക. ഇത് വിശ്വാസത്തോടെ വരുന്ന ആളുകൾ. അങ്ങനെ എന്റെ അടുത്തൊരു ഒത്തിരി ആളുകളുണ്ട് പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് വരുന്ന. അപ്പൊ തന്നെ എനിക്കിത് കൊടുക്കാൻ പറ്റും. ചില സംശയിച്ച് വരുന്ന വ്യക്തികളുണ്ട്, കിട്ടില്ല. അവന് കടലിലോട്ട് ഇറങ്ങുമ്പോൾ താന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ യേശു നേരെ നിന്നാലും താന്നു പോകും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നേരെ വന്നാലും അവൻ താഴെ പോകും. കാരണം അവൻ യേശുവിൽ സംശയം വിശ്വാസമില്ല, പോരാ, അവന് വേറെന്തോ തലയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരപര കെട്ടടിയട്ടെ, ബന്ധനടിയട്ടെ, അടിയട്ടെ. ആമേൻ. സർവ്വത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. ഇത് നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ തരാൻ പോകുന്ന മറ്റൊരു വചനം, വലിയൊരു വചനം തരാൻ പോവാണ്. ഇത് ഹൃദയത്തിൽ സൂക്ഷിക്കണം.